ഏകദേശം 22 വർഷത്തോളമായി ഇത് ശുശ്രൂഷ മേഖലയിൽ തന്നെ ആയിട്ട്. ചുരുക്കി പറയാൻ കേട്ടോ, ചുരുക്കി പറയാമെന്ന് പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു 2 വിശ്വാസത്തിൽ ജീവിച്ച ഒരാളാണ്. എൻ്റെ അമ്മ ഹിന്ദു ആയിരുന്നു, അപ്പച്ചൻ ക്രിസ്ത്യാനിയായിരുന്നു. അവർ സ്നേഹിച്ച് കിട്ടിയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ 2 വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോവുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതായിരുന്നു എൻ്റെ ജീവിതം. ഞങ്ങൾ 2 പേര്, ഞാനും അനുജനും അമ്മയും അപ്പച്ചനും, ഞങ്ങൾ 2 മക്കളാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം ഈ ശുശ്രൂഷയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുന്നത്, ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ നല്ലതുപോലെ മദ്യപിക്കുമായിരുന്നു. മദ്യപാനവും പിന്നെ അത്യാവശ്യം അക്രമവും അടിപിടിയും കേസും വഴക്കുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയത്താണ് ഞാനൊരു ധ്യാനം കൂടിയതും ഈശോയെ അറിയാനായിട്ട് ഈശോ അനുവാദം തന്നു, ഈശോ അവസരം തന്നു. പിന്നെ തുടർന്നുള്ള ജീവിതത്തിൽ കുറേ സമയം, കുറേ നാളുകൾ, അതായത് ഏകദേശം ഞാൻ 98-ലാണ് ധ്യാനം കൂടുന്നത്. ആദ്യമായിട്ട് 98-ൽ ധ്യാനം കൂടിയിട്ട് കൊച്ചു പ്രായത്തിൽ, അതായത് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. 95, 94 കഴിഞ്ഞു, 95, അതായത് 1-2 വർഷം കുഴപ്പം. അത് കഴിഞ്ഞ് 98-ൽ ധ്യാനം കൂടി കഴിഞ്ഞിട്ട് സത്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ ഒന്നും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം അടിയും അക്രമവും കേസും വഴക്കൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വ്യക്തതയില്ലായിരുന്നു എങ്ങനെ ജീവിക്കണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ എങ്ങനെ സാക്ഷ്യം വഹിക്കണമെന്നോ ഒന്നും യാതൊരു വ്യക്തതയില്ലായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ആ സമയത്താണ് ഒരു എന്താ പറയുന്നത്, ആ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. 2 വർഷം ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. തിരുവനന്തപുരത്തെ ടൗണിലെ പള്ളിയിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ജീസസ് യൂത്തിൻ്റെ ഒരു മിഷൻ ഔട്ട്റീച്ച് മിനിസ്ട്രിയായിട്ട് ഈശോ എന്നെ ബന്ധപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയാണ് ജിബിയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നതും അങ്ങനെയാണ് ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നത്. അപ്പം ഈ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ 2 വചനങ്ങളാണ് എന്നെ മാനസാന്തരപ്പെടുത്തിയത്. 2 വചനങ്ങൾ. ആ 2 വചനം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏത് പാതിരാത്രിക്കോ ഏത് ഉറക്കത്തിലോ വിളിച്ച് ചോദിച്ചാലും ഞാൻ ആ ദൈവത്തിന്റെ വചനം, ഞാൻ കേട്ട, എന്നെ അനുതാപത്തിലേക്ക് നയിച്ച ജീവനുള്ള ദൈവത്തിന്റെ വചനം. ആ വചനം മർക്കോസിന്റെ സുവിശേഷം 12:24 ഇപ്രകാരം സുവിശേഷകൻ പറയുകയാണ്: വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി? അല്ലെ? 2 കാരണങ്ങളാണ് ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന ഘടകങ്ങൾ. ഒന്നെന്താണ്? ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ട്, വിശുദ്ധ ലിഖിതം മനസ്സിലാക്കാത്തതുകൊണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന 6-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം. അതിൽ പറയുകയാണ് എന്താണ്? പുതിയൊരു സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. പുതിയൊരു സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. അപ്പൊ ഈ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചപ്പോൾ, ദൈവത്തിന്റെ വിളിക്ക് ഞാൻ പ്രത്യുത്തരം കൊടുത്തപ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ആയിരിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ യോഗ്യതയോ ഒന്നും തന്നെ അവകാശപ്പെടുവാനായിട്ട് എനിക്ക് ഇല്ലായിരുന്നു. അപ്പം അതിൽ നിന്ന് ക്രിസ്തു എന്നെ വിളിച്ചു. പിന്നെ അനേക നാളുകൾ തുടർച്ചയായിട്ട് ശുശ്രൂഷ ചെയ്തു. 3-4-5 വർഷം തുടർച്ചയായിട്ട് ശുശ്രൂഷ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞെന്താ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഒരു 5-6 രാജ്യത്ത് ജോലി ചെയ്തു, ഗൾഫിൽ. പക്ഷെ അവിടെയൊക്കെ ജീവിതത്തിൽ എന്താ, നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു സംഭവങ്ങളും ഉണ്ടായില്ല. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി എവിടെ പോയപ്പോഴും നിലകൊള്ളുവാനായിട്ട് ക്രിസ്തു അനുവാദം തന്നു, അനുവദിച്ചു. അതുകൊണ്ട് എന്താ പറയുന്നത്, നിൽക്കുന്നു എന്ന് പറയുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നില്ല. അപ്പൊ അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ സ്നേഹവും അനേകരുടെ മാധ്യസ്ഥത്തിന്റെയൊക്കെ വിലയാണ് നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിഷൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. തിരുവനന്തപുരം പറയുമ്പോഴത്തേനും ഇപ്പൊ ഞങ്ങള് പ്രത്യേകിച്ച് പോയതൊക്കെ തന്നെ അധികവും മലയാളികളാണ്. ഇപ്പൊ ജോൺ പോയതുപോലെ ഉത്തരാഖണ്ഡിൽ പോയി ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട്. അപ്പൊ ജോണൊക്കെ പോയത് സ്ഥലത്ത് കൂടുതലും അക്രൈസ്തവരായിരുന്നു. ഞങ്ങൾ പോയ ഒരു സ്ഥലത്ത് മാത്രമേ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ, 1-2 സംഭവം എന്ന് പറഞ്ഞാല്, അപ്പൊ നമ്മൾ വിചാരിക്കും ഈശോയെ അറിഞ്ഞുകൂടാത്ത ജനം നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈശോയെ അറിയാത്ത ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഈശോ ആരാണെന്നോ രക്ഷ എന്താണെന്നോ ഈശോ കുരിശിൽ മരിച്ചതോ ഈശോ ജനിച്ചതോ ഈശോ ഉദ്ധാനം ചെയ്തതോ ഒന്നും അറിയാത്ത അനേകം മനുഷ്യർ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ
മനസ്സിലാക്കാൻ പറ്റി. അവരുടെ ആരാധനകൾ എന്താണ്, അവരെന്താണ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ മുന്നിലൊക്കെ ഈശോയെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതായത് ഏകദേശം ഒരു 5 ദിവസം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനേകം സ്ഥലങ്ങളിൽ, പഞ്ചാബിൽ, UP-യിൽ, ഗുജറാത്തിൽ, ഉത്തരാഖണ്ഡിൽ, അങ്ങനെ കുറേ സ്റ്റേറ്റിൽ, ഇന്ത്യയുടെ കുറേ സ്റ്റേറ്റിലൊക്കെ പോയി. അതൊക്കെ ജീവിതത്തിൽ ഒരു ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ കുറേ വർഷങ്ങൾ നമ്മുടെ കേരളത്തിൽ കിടന്ന് ധ്യാനം കൂടിയവനെ തന്നെ പിന്നെയും കൂടുന്നു, കേൾക്കുന്നവൻ തന്നെ വീണ്ടും കേൾക്കുന്നു. അതേ അവസ്ഥയല്ല നമ്മുടെ കേരളത്തിൽ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ, ഈശോയെ അറിയാത്തവരുടെ ഇടയിൽ ഈശോയെ പങ്കുവയ്ക്കുവാനായിട്ട് ഈശോ അവസരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ഇപ്പൊ തന്നെ വിനു ഒരു സംഭവം പറഞ്ഞു. ഒരു കാല് വയ്യാത്ത ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കാല് സൗഖ്യം കിട്ടിയെന്ന്. അപ്പൊ ആദ്യം ആ കൊച്ചിന് വിനു, എനിക്ക് അത്യാവശ്യം ഹിന്ദി സംസാരിക്കാനറിയാം. അപ്പൊ വിനുവിന് ഹിന്ദി എന്ന് പറയുന്നത്, ഞാൻ ഈ കുഞ്ഞിനോട് സംസാരിച്ച് വർത്താനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിനു വന്നപ്പോഴത്തേന് ഞാൻ കുറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വിനുവും കരയുന്നു, കുഞ്ഞും കരയുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അങ്ങനെ നേരിട്ട് ഈ സാബു ബ്രദറൊക്കെ കാണുമ്പോൾ, ഈ പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിയുടെ ശുശ്രൂഷയ്ക്കൊക്കെ പങ്കെടുത്തപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ലൈവായിട്ട് ഓരോ സംഭവങ്ങൾ. അതുപോലെ ഒരു ശുശ്രൂഷ, അതായത് ആ കുഞ്ഞിന്റെ കാല് വിനു പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ ഇരിക്കും, കൈ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കൈ ഇങ്ങനെ നിവരുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ ഈ വിനു കരയുന്നതാണ് ഞാൻ ഓടിച്ചത്. പിന്നെ അത് കാലിങ്ങനെ വളഞ്ഞിരിക്കും. ഈ വളഞ്ഞിരിക്കുന്ന കാല് ഇങ്ങനെ നിവർന്ന് നിന്നിട്ട് ഈ കുഞ്ഞിന് അമ്മയോടുള്ള വിഷമം, ഈ കുഞ്ഞിന് എയ്ഡ്സ് പേഷ്യൻ്റാണ്. അമ്മയിൽ നിന്നാണ് ഈ കുഞ്ഞിന് ഈ അസുഖം കിട്ടിയത്. അതുകൊണ്ട് അമ്മയെ ഒരു രീതിയിലും ഉൾക്കൊള്ളാനായിട്ട് ഈ കുഞ്ഞിന് സാധിച്ചില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, സൗഖ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈശോയെ അറിയാത്തവരുടെ ഇടയിലേക്ക് ഈശോയെ പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു വലിയ ദൈവാനുഭവം, അതൊക്കെയാണ് വിശുദ്ധ അനുഭവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ.